പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ്. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. ഒളിവിൽ പോകാനുള്ള നീക്കം തകർത്താണ് വയനാട് മേപ്പാടിയിൽ 1000 ഏക്കർ എസ്റ്റേറ്റിന് സമീപത്ത് നിന്ന് കൊച്ചി പോലീസും വയനാട് എസ് പിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ബോബി ചെമ്മണ്ണൂരിനെ അതിവേഗം കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചു. പോലീസ് നടപടിയിൽ വലിയ ആശ്വാസമെന്ന് നടി ഹണി റോസ് 24നോട് പ്രതികരിച്ചു. ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ് ചെയ്തേക്കുന്നത്. ഞാൻ തന്നെ ഒരു കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിൽ എന്നെ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് തന്നെ ഇതിന്റെ പുറകിലുണ്ടാവും. യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനത്തിന് ബോബി ചെമ്മണ്ണൂർ എത്താനിരിക്കെയാണ് കസ്റ്റഡി. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞ് ബംഗളൂരുവിൽ ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന്റെ ആനുകൂല്യം കാത്തിരിക്കാനൊന്നും അവസരം നൽകാതെ സടപടെ കൊച്ചിയിൽ നിന്ന് സംഘം വയനാട്ടിലെത്തി. വയനാട് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തോടൊപ്പം ചേർന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ തുടർ നടപടികൾ? അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തി ഇന്ന് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ തന്നെ മജിസ്ട്രേറ്റ് മുന്നിലടക്കം ഹാജരാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോലീസ് എത്തിച്ചേരാൻ സാധ്യതയുണ്ടോ? ഇതിന് പുറമെ ഈ സൈബർ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട് 27 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിന് ഇവരൊക്കെ പല ജില്ലക്കാരാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവരുടെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങാൻ ഇപ്പോൾ സാധ്യതയുണ്ടോ? സുഹൈല്, ബോബി ചെമ്മണ്ണൂരുമായുള്ള സംഘം എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അവരൊരു 8 മണിയോടുകൂടി സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് അല്പസമയം മുമ്പ് DCP അറിയിക്കുകയും ചെയ്തു. പക്ഷേ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് നാളെ രാവിലെയോ അല്ലെങ്കിൽ നേരിട്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹണി റോസിന്റെ മൊഴിയും ഇന്ന് DCP നേരിട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയാണ് കേരള പോലീസിന്റെ, പ്രത്യേകിച്ച് എറണാകുളം സെൻട്രൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്താൽ ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യത്തിന്റെ ഒരു ആനുകൂല്യം അന്വേഷണ സംഘം നൽകുന്നു എന്ന വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ ഒരു ആനുകൂല്യവും ബോബി ചെമ്മണ്ണൂരിന് നൽകാൻ സെൻട്രൽ പോലീസ് തയ്യാറാകുന്നില്ല. പരാതി വരുന്നു, 2-ാം മണിക്കൂറിൽ കേസെടുക്കുന്നു. 24 മണിക്കൂർ, ഏകദേശം 10 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വയനാട് പോയി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വകാര്യ വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് സെൻട്രൽ പോലീസും സെൻട്രൽ സ്റ്റേഷനിലെ SI അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘം വാഹനം വട്ടമിട്ട് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. സ്വന്തം വാഹനത്തിൽ കൊച്ചിയിലേക്ക് വരാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആ ആവശ്യം നിരാകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആനുകൂല്യവും പ്രതിക്ക് നൽകാനില്ല എന്നത് തന്നെയാണ് പോലീസിന്റെ നിലപാട്. നേരത്തെ ഹണി റോസ് നൽകിയ പരാതിയിൽ കമന്റിട്ട ഷാജി എന്നയാളെ പോലീസ് പിടികൂടിയിരുന്നു. ഷാജിയും ബോബി ചെമ്മണ്ണൂരും തങ്ങൾക്ക് ഒരുപോലെ എന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ് കൊച്ചി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഒപ്പം ഈ 27 പേരുടെ കേസിൽ അതിൽ 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത്. ബാക്കിയുള്ള ആളുകൾ എറണാകുളത്തിന് പുറത്തുള്ള ആളുകൾ എന്നാണ് വിലയിരുത്തൽ. ഒപ്പം ഫേസ്ബുക്കിനോട് ചില ഫേക്ക് ഐഡികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല. അത് ഒരുപക്ഷെ അത് ഈ മറ്റ് ഇതര ജില്ലകളിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം മാത്രമാണുള്ളത്. അതിനുശേഷം ആ കേസിലും അറസ്റ്റ് ഉണ്ടാകും. ബോബി ചെമ്മണ്ണൂരിന്റെ കേസുമായി ബന്ധപ്പെട്ട് 75 BNS 75, അതായത് പഴയ 384 പ്രകാരമുള്ള കേസുകളാണ് എടുത്തിരിക്കുന്നത്. IT ആക്ട് 61 പ്രകാരം വകുപ്പുകളുമുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകളാണ്. 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ്. എന്നാൽ കോടതിയിലെത്തുമ്പോൾ ഒരുപക്ഷെ ഈ കേസിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെല്ലാം അപ്പുറത്ത് കേരള പോലീസ് മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ എല്ലാവരും വളരെ സേഫ് ആയിരിക്കും, ആരും ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഒളിച്ചിരുന്ന് കമന്റൊക്കെ ഇട്ടാലും നിങ്ങൾ ഫേക്ക് ഐഡി ഉപയോഗിച്ചാലും നിങ്ങളെ പിടികൂടാൻ കേരള പോലീസ് ഉണ്ട് എന്നൊരു സന്ദേശമാണ് കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത്. സുഹൈൽ, തീർച്ചയായും ഇതൊരു മുന്നറിയിപ്പാണ്, താക്കീതാണ്. വിലാസത്തോടെയും വിലാസമില്ലാതെയും തോന്നിയതൊക്കെ തോന്നുമ്പടി സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. അതിനപ്പുറത്തേക്ക് പണവും പിടിപാടുകളും അപ്പുറവും അത് നിയമത്തിന് വിധേയപ്പെടാതിരിക്കാനുള്ള പ്രിവിലേജ് അല്ലെന്ന് കൂടി കാണിച്ചു കൊടുത്ത് കേരള പോലീസിനും പ്രത്യേക നന്ദി. മറ്റു വാർത്തയിലേക്കാണ്, മലപ്പുറത്തേക്കാണ്.